ഇപ്പോൾ ഇന്നിപ്പം ഈ ഇന്ത്യ അലയൻസിൻ്റെ ഒരു റാലി പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. അങ്ങാണെങ്കിൽ ഇതിലൊരു വിദഗ്ധനാണെന്ന് പറയേണ്ടത്. കാരണം കള്ളവോട്ട് കണ്ടുപിടിക്കുന്നതിൽ ആദ്യമൊന്നും ആരും വിശ്വസിച്ചില്ല. ആദ്യം ആറ്റിങ്ങൽ മത്സരിക്കാൻ വരുമ്പോൾ ആദ്യം അങ്ങ് പറഞ്ഞു ഇതിൽ കള്ളവോട്ടുണ്ട് എന്ന്. സമാനമായ തട്ടിപ്പാണ് മറ്റ് സ്ഥലങ്ങളിലും ഇപ്പോൾ രാജ്യമാകെ നടന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ 6 വർഷം മുമ്പാണ് പറഞ്ഞത്. 2019 തെരഞ്ഞെടുപ്പ് സമയത്താണ് ഞാൻ തെരഞ്ഞെടുപ്പ് ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു സമയത്താണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാനുള്ള അവസരം ഉണ്ടായത്. അത് അവസരമുണ്ടായി എന്ന് പറയുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളും ചേർന്നുകൊണ്ടാണ് ആ പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1,14,000 വോട്ടുകളോളം കള്ളവോട്ടുകൾ ഒരേ ആൾക്ക് തന്നെ 3-4 ഇടത്ത് വോട്ടുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരേ ആൾക്ക് തന്നെ 3-4 വോട്ടുകൾ ഉണ്ടായിരുന്ന പല ബൂത്തുകളുമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനിതേക്കുറിച്ച് ചോദ്യം ചെയ്യണം. സത്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഇത്രയും കള്ളവോട്ട് വരുമോ എന്നതിനെക്കുറിച്ച് ഒരു ആശങ്ക എനിക്ക് മനസ്സിലാശങ്കയുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ഇത് പരിശോധിച്ച ആളുകൾ പറഞ്ഞു ധൈര്യമായിട്ട് പറയണം, ധൈര്യമായി പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ പ്രസ് ക്ലബ്ബിൽ പോയി ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാവരും കൂടെ ചുവന്നെടുത്താണ് കൊണ്ടുവന്ന് പ്രസ് ക്ലബ്ബ് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് 1,14,000 കള്ളവോട്ടുകളുണ്ട്. കളക്ടറെ വിളിച്ചു. കളക്ടറോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. അതേപോലെ ആ കള്ളവോട്ടുകൾ CD-യിൽ പകർത്തിയിരുന്നു. ഞാൻ CD-യിൽ പകർത്തിയിട്ട് ആ CD ഞാനിവിടെ ഇലക്ഷൻ കമ്മീഷനൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് വരുന്നത്. ആ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശം വന്നു, ഇത് പരിശോധിക്കണം, സ്ഥാനാർത്ഥി പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ നിർദ്ദേശം വന്നപ്പോൾ കളക്ടർ ഒരു പ്രഖ്യാപനം ചെയ്തു. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആരെങ്കിലും നിയമാനുസൃതമല്ലാതെ വോട്ടുകൾ ചെയ്യാൻ വന്നാൽ അവർക്ക് എതിരെ നടപടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിപ്പിച്ചു. ആ പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിച്ചത്. അതുകൊണ്ട് 52,000-ലധികം ആളുകൾക്ക് കള്ളവോട്ട് ചെയ്യാൻ കഴിയാതെ പോയി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം 2024 തെരഞ്ഞെടുപ്പിലും പാർട്ടി എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിമുഖത കാണിച്ചുവെങ്കിലും പാർട്ടി നിർദ്ദേശിച്ചതനുസരിച്ച് അത് ഏറ്റെടുക്കുകയുണ്ടായി. വീണ്ടും ഈ പരിശോധന നടത്താൻ തീരുമാനിച്ചു. ആ പരിശോധന നടത്താൻ തീരുമാനമെടുത്തപ്പോൾ പഴയ 1,14,000 വോട്ടുകൾ ഇതിനകത്ത് കിടക്കുകയാണ്. പ്ലസ് ഒരു 50,000 വോട്ട് കൂടി ചേർത്തു. അപ്പോൾ 1,64,000 ആയി. അപ്പോൾ പരാതി കൊടുക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ഓരോ നിയോജകമണ്ഡലത്തിലുമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം കളക്ടർ കൊടുത്തതനുസരിച്ച് അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള മരണപ്പെട്ട ആളുകളുടെ മാത്രം ലിസ്റ്റുകൾ തയ്യാറാക്കി അവരെന്നെ അറിയിച്ചു. അപ്പോൾ ഒരു നിയോജകമണ്ഡലത്തിലെ വോട്ടുകൾ ഒഴിവാക്കി എന്ന് പറയുന്നത് എത്ര, ചിലപ്പോൾ 10, 100, 150, 200 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇലക്ഷൻ കമ്മീഷണർക്ക് വീണ്ടും പരാതി കൊടുത്തു. പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും എങ്കിലും പാവപ്പെട്ട ആളുകൾ എന്നെ അവിടെ സഹായിച്ചു. അവരുടെ സഹായങ്ങൾ ആ വോട്ടർ ലിസ്റ്റ് ശുദ്ധീകരിച്ചിരുന്നെങ്കിൽ അങ്ങയുടെ ഭൂരിപക്ഷം വളരെ കൂടുമായിരുന്നു. ഭൂരിപക്ഷം വളരെ കൂടുമായിരുന്നു. ശുദ്ധീകരണം ഇല്ലാത്ത ഒരു വോട്ടേഴ്സ് ലിസ്റ്റാണ് 2024 ഞാൻ നേരിടേണ്ടതായി വന്നിട്ടുള്ളത്. അത് ഭൂരിപക്ഷം വളരെ കുറഞ്ഞു, ചെറിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അത് എനിക്ക് വളരെ ബോധ്യമുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇന്നത്തെ പ്രതിഷേധം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത് ഏറ്റെടുത്ത് അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചു. അത് മാത്രമല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വന്നതിന് ശേഷം ഒരു പരാതി കൊടുക്കാൻ ഞാൻ തയ്യാറാക്കിയതിന് ശേഷം ഇവിടെ നിന്നും എൻ്റെ ഓഫീസിൽ നിന്നും പലതവണ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് പലതവണ ഇലക്ഷൻ കമ്മീഷർക്ക് മെയിൽ കൊടുത്തു. ഒന്ന് കാണാൻ അനുമതി തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അനുമതി തന്നിട്ടില്ല, ഇതുവരെയും തന്നിട്ടില്ല. അനുമതി തന്നില്ല എന്ന് മാത്രമല്ല, അതിന് നമ്മൾ കൊടുത്ത മെയിലിന് മറ്റ് പ്രത്യേകമായ മറുപടി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഏതായാലും രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തി ഇന്ന് ലൈവായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു 6 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന്
തെളിഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വോട്ട് കൊള്ളകളാണ് നടക്കുന്നത്. അത് വലിയ പ്രതിഷേധമായി മാറും. പ്രതിഷേധമായി മാറും.